ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ക്രിസ്മസ് ക്രാഫ്റ്റ് ആയിട്ടാണ്. നമ്മളെല്ലാവരും വേസ്റ്റ് ആക്കി കളയുന്ന ലേസിൻ്റെ ബിസ്ക്കറ്റിൻ്റെ ഒക്കെ കവേഴ്സ് ഉണ്ടല്ലോ, അതും കാർഡ്ബോർഡും വെച്ചിട്ട് അടിപൊളി റീത്താട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് സർക്കിളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് സർക്കിൾ കട്ട് ചെയ്യാനായിട്ട് കോമ്പസ് ഉണ്ടെങ്കിൽ അതാട്ടോ നല്ലത്. അതാകുമ്പോൾ നമുക്ക് എത്ര സൈസാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് വരച്ച് കട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ. ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കിച്ചണിലുണ്ടാവുമല്ലോ പ്ലേറ്റോ മൂടികളോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നമുക്കത് വരച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു മൂടി വെച്ചിട്ടാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിതാ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചെറിയൊരു സൈസും കൂടി വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു മൂടി വെച്ചിട്ട് ഒന്നുകൂടി വരച്ചെടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ റീത്തല്ലേ ചെയ്യുന്നത്, അപ്പോൾ അതിനായിട്ട് നമുക്ക് റിംഗ് ആണല്ലോ വേണ്ടത്. അപ്പോൾ എങ്ങനെയും കൂടി ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ അതാ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. പെൻസിൽ വെച്ചിട്ട് വരച്ചതായതുകൊണ്ട് നല്ലതുപോലെ കാണുന്നില്ല കേട്ടോ. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ. അപ്പം നമ്മൾ റിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ന്യൂസ് പേപ്പേഴ്സാണ്. ആ ന്യൂസ് പേപ്പേഴ്സിനെ തന്നെ നമ്മളൊന്ന് പിരിച്ചെടുക്കണം. ഇത് കണ്ടില്ലേ, ഈ വീഡിയോസിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിൻ്റെ റിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ട് ടാപ്പ് വെച്ചിട്ട് ചുറ്റി ചുറ്റി എടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഫുള്ളായിട്ട് ഈ റിങ് ഈ ന്യൂസ് പേപ്പർ കവർ ചെയ്യണം കേട്ടോ. ന്യൂസ് പേപ്പറും ടാപ്പും വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞതുകൊണ്ട് ന്യൂസ് പേപ്പർ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട കേട്ടോ. നമ്മളെ കയ്യിലുള്ള പേപ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇതാ ബുക്ക് ലൈറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഈ റിങ്ങിൻ്റെ ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഞാനിനി ഫാസ്റ്റ് ആക്കിയിട്ടാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ റിങ് ന്യൂസ് പേപ്പറും ടാപ്പൊക്കെ വെച്ച് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിസ്ക്കറ്റിൻ്റെ ലേസിൻ്റെ ഒക്കെ കവർ ഉണ്ടല്ലോ, അതെടുത്ത് ഒന്ന് കുഞ്ഞു കുഞ്ഞു പീസായി കട്ട് ചെയ്തെടുക്കാം കേട്ടോ വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആദ്യം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ബിസ്ക്കറ്റിൻ്റെ കവറാണ് കേട്ടോ. പോലെ തന്നെയാണ് ലേസിൻ്റെ കവറും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം കൊണ്ട് വലിച്ചെടുത്താൽ മതി കേട്ടോ. ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. എന്നിട്ടത് നിവർത്തി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ വേണ്ടത്. നമുക്കിതിൻ്റെ നടു മടക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ കവറാണ് ഞാനിപ്പോൾ എടുത്തത്, അതുകൊണ്ട് വലിയ കവറാണ്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. നമ്മളെടുക്കുന്ന കവറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്കത് എങ്ങനെയാണോ വേണ്ടത് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ കുഞ്ഞു കുഞ്ഞു കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, കുഞ്ഞു വെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ക്രിസ്മസ് ട്രീ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ചാർട്ട് പേപ്പർ വെച്ചിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇതേപോലെ കുഞ്ഞു വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കേട്ടോ ഇതിലും ചെയ്തെടുക്കുന്നത്. ഇപ്പം ലേസിൻ്റെ കവറിലായാലും ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ലേസിൻ്റെ കവറാണെങ്കിൽ നമുക്കത് നന്നായിട്ട് മടക്കി കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതേപോലെ കുഞ്ഞു വെട്ടിട്ട് കൊടുക്കുക. അപ്പം ഞാൻ ലേസിൻ്റെ കവറിലും ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ലേസ് കവറിൻ്റെ ആയാലും ബിസ്ക്കറ്റ് കവറിൻ്റെ ആയാലും ഈ സിൽവർ കളറിലുള്ള ഭാഗം ഉണ്ടല്ലോ ഉൾവശം, ആ ഭാഗമാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട് പീസായിട്ട് നമ്മൾ എടുക്കുന്നത്. മറ്റേ കളേഴ്സ് ഉള്ള ഭാഗം നമ്മൾ ഗം വെച്ചിട്ട് ഒട്ടിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മളിതാ കുഞ്ഞു വെട്ടിട്ട് കൊടുക്കുന്നുണ്ടേ. ഇതാ കണ്ടില്ലേ, ഇങ്ങനെയാണ് കേട്ടോ വേണ്ടത്. അപ്പം നമുക്ക് ബാക്കിയുള്ള കവേഴ്സും കൂടി ഇങ്ങനെ കുഞ്ഞു കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിത് റിങ്ങുമേൽ ഒട്ടിച്ചെടുക്കേ. അപ്പം ഞാനിതൊക്കെ ഒന്ന് കുഞ്ഞു വെട്ടിട്ട് കൊടുക്കട്ടെ. അപ്പോൾ അതാ കവേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ റിങ്ങുമലൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒട്ടിച്ചെടുക്കാനായിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് എടുക്കുന്നത്. അപ്പോൾ ഫെവി ബോണ്ട് ആണെങ്കിലും അത് മതി കേട്ടോ. ഫെവിക്കോൾ കൊണ്ട് അത്ര പെട്ടെന്ന് അങ്ങോട്ട് ഒട്ടൂല കേട്ടോ. ലേസിൻ്റെ കവറൊക്കെ അല്ലേ, അപ്പോൾ അത്ര പെട്ടെന്ന് അങ്ങോട്ട് ഒട്ടൂല കേട്ടോ, ടൈം എടുക്കും. അതുകൊണ്ട് നമുക്ക് ഗ്ലൂ ഗൺ എടുക്കുന്ന കേട്ടോ നല്ലത്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് 2 മെത്തേഡിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ 2 മെത്തേഡും ഞാൻ കാണിക്കാം കേട്ടോ. അതിൽ ഏതാണോ നമുക്ക് ഈസി ആയിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്യാമല്ലോ. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ചെയ്യുന്നത് ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഓരോ പീസിനെ റോൾ ചെയ്ത് ഈ റിങ് കംപ്ലീറ്റ് ആക്കുക കേട്ടോ ചെയ്യുന്നത്. ഇടയ്ക്ക് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഈ റിങ്ങിൻ്റെ ഈ എൻ്റെയും ഭാഗത്ത് വെച്ച് ഒട്ടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഈ റിങ് മൊത്തം കവർ ചെയ്തത്. അപ്പോൾ ഒട്ടിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പറയുന്നതിനെക്കാട്ടും നല്ലത് ഒട്ടിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. ഓരോന്നിൻ്റെ മുകളിലായിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇതേപോലെ മുകളിലായിട്ട് അതേപോലെ ഇങ്ങനെ ഈ റിങ്ങിൻ്റെ മുകളിലായിട്ട് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒട്ടിച്ചിരിക്കുന്നത് കാണുമ്പോൾ മനസ്സിലായിക്കോളും. നമ്മളിപ്പോൾ ലേസിൻ്റെ കവറാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ പീസുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്കത് ജോയിൻ ചെയ്ത് ആ റോള് കംപ്ലീറ്റ് ആക്കിയാൽ മതി കേട്ടോ. അതേപോലെ ബാക്കിയുള്ളതും ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ടല്ലോ, അത് ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്കാണ് സെൻഡ് ചെയ്യേണ്ടത്. ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതാ കണ്ടില്ലേ, എങ്ങനെയാണ് കേട്ടോ ഒട്ടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള ഭാഗങ്ങളിലും കൂടി ഇതേപോലെ മുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തേത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൽ എത്ര സ്പേസ് വേണം നോക്കിയിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക ചെയ്യുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഒട്ടിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്താ ഇപ്പോൾ ഒട്ടിക്കുന്നത്, ഇതിങ്ങനെ ഇപ്പോൾ ഒട്ടിച്ചിട്ട് ഇപ്പോൾ എന്താ ആവുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ. ലേസിൻ്റെ കവറാണെന്നോ ബിസ്ക്കറ്റിൻ്റെ കവറാണെന്നോ ഒന്നും അറിയില്ല കേട്ടോ, അടിപൊളി ലുക്കാണ്. അപ്പോൾ അത് ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം എങ്ങനെയുണ്ടെന്ന്. നമ്മളിത് ഏകദേശം ഇത്രത്തോളം ഒട്ടിച്ചിട്ടുണ്ട്. ഗ്ലൂ ഗൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഒട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഗ്ലൂ ഗൺ കൊണ്ട് ഒട്ടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, കയ്യിലാവാതെ നോക്കണം. കയ്യിലായാൽ പെട്ടെന്ന് പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം ചെയ്ത് കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെ ഒട്ടിക്കണേ. ഇതിൻ്റെ താഴെ ഭാഗം ഇങ്ങനെ വെക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ ഒട്ടിക്കണ്ടേ, അല്ലാതെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. നമ്മളിതാ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിൻ്റെ ബാക്ക് വശം ഇങ്ങനെ ആട്ടോ ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് ഡെക്കറേഷനൊക്കെ കൊടുക്കണ്ടേ. നമ്മുടെ ക്രിസ്മസ് തീമിൽ നമുക്ക് ഡെക്കറേഷൻ കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു ബോൾസ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ടിഷ്യൂ വെച്ചിട്ടാണ് ബോൾസ് ഉണ്ടാക്കുന്നത്. ഏത് ടിഷ്യൂ വേണമെങ്കിലും എടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ടിഷ്യൂവിന് ആദ്യം തന്നെ ഞാനൊന്ന് മടക്കി കൊടുക്കണ്ടേ. ആ മടക്കിയതിൻ്റെ അറ്റത്ത് നമ്മളൊന്ന് ചുരുട്ടി കൊടുക്കുക. ആ ചുരുട്ടി അതിനെ ഇങ്ങനെ റോളാക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുകയോ ഒന്നും ചെയ്യണ്ട, അവസാനം വരെ ഇങ്ങനെ റോളാക്കി കൊടുക്കുക. റോളാക്കുന്നത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ. എളുപ്പമാട്ടോ ചെയ്യാൻ. ടിഷ്യൂ എടുക്കുക, അതിനൊന്ന് മടക്കിയിട്ട് അതിൻ്റെ അറ്റത്ത് ഒന്ന് ചുരുട്ടി കൊടുക്കുക. അതിന് ശേഷം ഇങ്ങനെ റോളാക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ബോൾസ് വേണമെങ്കിൽ ചെറുതാക്കാം, വലുത് വേണമെങ്കിൽ വലുതാക്കാം. അപ്പോൾ വലുതാക്കുമ്പം ചെറിയ ബോൾസ് ആക്കിയതിന് ശേഷം ഒരു ടിഷ്യൂ കൂടി എടുത്ത് അതിൻ്റെ മുകളിൽ ഇതേപോലെ റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ ബോൾസും കിട്ടും. ബോൾസ് ഉണ്ടാക്കുമ്പോൾ ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് പെയിൻറ്റും അതേപോലെ കുറച്ച് ഗ്ലൂവും കൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് എത്ര ബോൾസിനാണോ വേണ്ടത് അതനുസരിച്ച് പെയിൻറ്റും ഗ്ലൂവും കൂടി മിക്സ് ആക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് പെയിൻറ്റേ ഉള്ളൂ റെഡ്. അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ ഗ്ലൂ ഒഴിച്ചിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ ബോൾസിനും പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ടിഷ്യൂൻ്റെ എൻഡ് ഉണ്ടല്ലോ അവിടെ ആദ്യം ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ബാക്കി ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ഒരു ബോളിന് പെയിൻറ്റും ഗ്ലൂവും കൂടി മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി ബോൾസിനും കൂടി ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഗിൽറ്റർ പൗഡർ ഉണ്ടല്ലോ അതിൻ്റെ റെഡ് കളറൊന്ന് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ആ ബോൾസിൻ്റെ ഫുള്ളായിട്ട് അങ്ങനെ വിതറി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കൂലേ അതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഒന്നായിട്ട് അതൊന്ന് മിക്സായി കിട്ടാൻ പെയിൻറ്റും ഗ്ലൂവും ഈ ഗിൽറ്റർ പൗഡറും എല്ലാം കൂടി ഒന്ന് പ്രസ്സായി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ റീത്തുമ്മൽ ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണ്ടേ. ആദ്യം നമുക്കൊരു ബോ ഉണ്ടാക്കണം. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള നെറ്റിൻ്റെ പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, റെഡ് കളറ് നെറ്റിൻ്റെ പീസ്. ഇനി നിങ്ങളുടെ അടുത്ത് സാറ്റൻ റിബൺ ഉണ്ടെങ്കിൽ അത് എടുക്കാം. സാറ്റൻ റിബൺ ഒന്നും ഇല്ലെങ്കിലും നമുക്കിതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. റെഡ് ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്തെടുക്കാം. അതേപോലെ കളർ പേപ്പർ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതാ ഇങ്ങനൊരു ലീഫ് ഇത് എടുത്തിട്ടുണ്ട്. ഇതൊരു ഫ്ലവേഴ്സിൻ്റെ കൂടെ ഉള്ളതാണ്. ആ ലീഫ് എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലാണ് ബോ വെച്ച് കൊടുക്കുന്നത്. ഈ
ലീഫുമ്മൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ബോ ഒട്ടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം നമുക്കൊന്നും കൂടി ഗ്ലൂ അപ്ലൈ എവിടെയാണോ നമുക്ക് ആ റീത്തുമ്മൽ ഒട്ടിക്കേണ്ടത് അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതും കൂടി ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ ആ റെഡും ഗ്രീനൊക്കെ കൂടി വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി ഒന്നും ചെയ്യാനില്ല എങ്കിൽ ഇത്രത്തോളം വെച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പിന്നെ കുറച്ച് ലീഫൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിവിടെയുള്ള ഫ്ലവേഴ്സിൽ നിന്ന് തന്നെ എടുത്തതാണ് കേട്ടോ. എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് മുന്തിരിൻ്റെ കമ്പുമ്മൽ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നാട്ടിലാകുമ്പോൾ ചെടികളുടെ ഇടയിലുള്ള ചെറിയ ചെറിയ ഇലകൾ പോലത്തതും കമ്പുകൾ പോലത്തൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ കണ്ടാൽ ബിസ്ക്കറ്റിൻ്റെ കവറാണെന്നോ ലേസിൻ്റെ കവറാണെന്നോ എന്നൊന്നും മനസ്സിലാവില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അടിപൊളിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഞാനിത് എൻ്റെ കയ്യിലുള്ള ബോൾസ് ലീവ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബെല്ലില്ലാത്തതിന് പകരം ബോൾസ് തന്നെയാണ് വെച്ച് കൊടുത്തത്. അതേപോലെ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അത് ക്രിസ്മസിൻ്റെ കളറിൽ അതേ തീമിൽ ചെയ്തെടുത്താൽ മതി എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂലേ. നമ്മൾ വേസ്റ്റാക്കി കളയുന്ന കവറുകൾ വെച്ചിട്ട് നമുക്ക് അടിപൊളിയാക്കി എടുക്കാം കേട്ടോ. ഇത് കൂടാതെ 3 ടൈപ്പ് ട്രീ ചെയ്തിട്ടുണ്ട്, പിന്നെ സ്റ്റാറും ചെയ്തിട്ടുണ്ട്, ക്യാപ്പും ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ നോട്ടിഫിക്കേഷനും കൂടി കിട്ടും കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും അതേപോലെ നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.